ഒന്ന് വെയിറ്റ് ചെയ്യട്ടാ, കുറച്ച് പേരും കൂടെ കയറിയിട്ട് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ. അൻസില റെഡി അല്ലേ? റെക്കോർഡിംഗ് ഓക്കെ. അറ്റൻഡൻസ് നോക്കണം കേട്ടോ. ഓക്കെ സർ. ഓപ്ഷൻ ലീഡർമാരെ നോക്കുക, സീനിയേഴ്സിൽ ഒരാൾ നോക്കുക, ജൂനിയേഴ്സിൽ ഒരാൾ നോക്കുക. ഓക്കെ, സ്റ്റാർട്ട് ചെയ്യാട്ടോ. സ്റ്റാർട്ട് ചെയ്യും. ഗുഡ് ഈവനിങ് ഓൾ. ലിറ്റററി ലെൻസിന്റെ 83-ാം എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോട് റിവ്യൂ ചെയ്യുന്നത് ഫസ്റ്റ് ഇയർ വിദ്യാർത്ഥിയായ സുമൈലത്താണ്. സുമൈലത്ത് ഇന്ന് നമ്മളോടൊപ്പം പങ്കുവെക്കുന്നത് നമ്മൾക്ക് എല്ലാവർക്കും വളരെയേറെ പരിചിതമുള്ള ലൈല മജ്നു എന്ന നോവലാണ്. നോവലിനെ കുറിച്ച് കൂടുതൽ ഷെയർ ചെയ്യാൻ വേണ്ടി സുമൈലത്തിനെ ക്ഷണിക്കുന്നു. വെൽക്കം സുമൈലത്ത്. Hello everyone. I'm audible? Yes. Okay. 4 വരി പാടിക്കൊണ്ട് ഞാൻ ഇതിലേക്ക് കടക്കാണ്, റിവ്യൂലേക്ക് കടക്കാണ്. എല്ലാവർക്കും അറിയാം, എല്ലാവരും പ്രണയത്തിന് കമ്പാരിസൺ നടത്തുമ്പോൾ അധികമായിട്ടും ഇവരെയാണ് ചൂസ് ചെയ്യാറുള്ളത് പ്രണയത്തിനെ കുറിച്ച് പറയുമ്പോ. ഓക്കെ. ലൈലാന്റെ പാദം പതിഞ്ഞുള്ള മണ്ണം മജ്നൂനേറെ കൊതിച്ച പോലെ ലൈലും നഹാറും ഓടി മറയുന്ന ലൈലയെ തേടുന്ന കൈസ് പോലെ ഞാൻ ലൈലയെ തേടുന്ന കൈസ് പോലെ. ഈ ഒരു സോങ് ആഡ് ചെയ്തിട്ടുള്ള ഒരു റീല് കണ്ടിട്ടാണ് ഞാൻ ഈ ബുക്കിലേക്ക് എത്തുന്നത്. എനിക്കപ്പോ എന്തായാലും ഇത് വായിക്കണം എന്നുള്ളൊരു ആഗ്രഹം തോന്നി. അങ്ങനെ ഒരു റിവ്യൂ ചെയ്തിട്ടുണ്ട് എന്നൊരു ഇൻസ്റ്റാഗ്രാം റീല് കണ്ടിട്ടാണ് ഇതിലേക്ക് എത്തുന്നത്. പിന്നെ ചെറുപ്പം മുതലേ എല്ലാവരും കേൾക്കുന്നതും കൂടിയാണ്. അപ്പോ ഈ ബുക്കിന്റെ ഒരു ലൈല മജ്നു ഇറങ്ങിയ സമയത്ത്, മലയാളത്തിലേക്കുള്ള വിവർത്തനം ഇറങ്ങിയ സമയത്ത് ആഗ്രഹം ഉണ്ടായിരുന്നു ഇതൊന്ന് വായിക്കണം എന്ന്. ഓക്കെ, ഞാൻ ബുക്കിനെ കുറിച്ച് പറയാം. 12-ാം നൂറ്റാണ്ടിലെ പേർഷ്യൻ കവിയായിട്ടുള്ള നിസാമി ഗഞ്ചവി രചിച്ച ഒരു ലോക പ്രശസ്തമായിട്ടുള്ള പ്രണയകാവ്യാണ് ലൈല മജ്നു എന്ന് പറയുന്നത്. ഇതിന്റെ മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്തിട്ടുള്ളത് മുരളി മംഗലത്ത് ആണ്. അദ്ദേഹമാണ് ഒരു മലയാളത്തിലേക്ക് പരിഭാഷ നടത്തിയിട്ടുള്ളത്. ഇതൊരു വേൾഡ് ക്ലാസിക് നോവലാണ്. പ്രണയത്തെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഓക്കെ, നിയതം ബുക്സ് ആണ് ഇതിന്റെ പ്രസാധകര്. പേർഷ്യൻ കവിയായിട്ടുള്ള നിസാമി ഗഞ്ചവിയുടെ ഈ ഒരു അനശ്വര പ്രണയകാവ്യം എന്ന് വേണം പറയാൻ. ഈ ലൈല മജ്നു എന്നൊരു ബുക്ക് അറബ് നാടോടികൾക്കിടയിലുള്ള ഒരു ഐതിഹ്യം ഉള്ളൊരു പോലെ ഉണ്ടായിരുന്ന ഒരു കഥയായിരുന്നു. അത് ഒരു യഥാർത്ഥ കഥയല്ല. അദ്ദേഹത്തിന്റെ ഒരു സൂഫി ചിന്തകളും ഒക്കെ ആഴത്തിലുള്ള ചിന്തകളെ ആഡ് ചെയ്തിട്ട് ഇതിനെ സാഹിത്യപരമായിട്ട് സമ്പന്നമാക്കുകയാണ് ചെയ്തിട്ടുള്ളത്.
കേവലം ഒരു പ്രണയകഥ എന്നതിനപ്പുറം ഇതിലെ ആത്മാവ് ദൈവത്തെ തേടുന്നതിന്റെ ഒരു രൂപകമായിട്ട് ഈ കാവ്യം നിലകൊള്ളുകയാണ്. ഇനി കഥ പറയാം. ലൈല കൈസ്. ലൈലയും കൈസുമാണ് ഇതിലെ പ്രധാന കഥാപാത്രങ്ങളായിട്ട് വരുന്നത്. മറ്റും പല കഥാപാത്രങ്ങളും വരുന്നുണ്ട്. എങ്കിൽ കൂടി മെയിൻ ആയിട്ടും ഇവരെ കുറിച്ചിട്ടാണ് ഇതിൽ പറഞ്ഞത്. ഇവര് ചെറുപ്പത്തില് പള്ളിക്കൂടത്തിൽ വെച്ചിട്ട് പഠിക്കാൻ പോണ ആ ഒരു സമയത്താണ് ഇവര് കണ്ടുമുട്ടുന്നത്. അങ്ങനെ കണ്ടുമുട്ടിയിട്ട് അവര് കുറച്ച് നാള് കഴിയുമ്പോൾ തന്നെ പ്രണയത്തിലാവാണ്. എന്നാല് ആ ഒരു പ്രണയം ആ നാട്ടിലും വീട്ടിലും മറ്റും കുടുംബത്തിലും എല്ലാം പാട്ടാവാണ്. ആരും ഇവരുടെ ഈ ഒരു തീവ്രമായിട്ടുള്ള ഒരു പ്രണയത്തിനെ സപ്പോർട്ട് ചെയ്യണില്ല. ആ ഒരു സമയത്ത് തന്നെ ഇവര് പരസ്പരം അകറ്റി നിർത്താനാണ് ശ്രമിക്കുന്നത്. ലൈലയെ പിന്നെ പള്ളിക്കൂടത്തേക്ക് വിടുകയില്ല. അവൾ ആ ഒരു വീട്ടുതടങ്കലിൽ വെക്കണ പോലെ ചെയ്യണത്. പിന്നെ മജ്നൂനാണെങ്കില് കൈസിനാണെങ്കില് എവിടെയും പോവാനുള്ള സ്വാതന്ത്ര്യം ഉണ്ട്. പക്ഷെ ലൈലയെ മാത്രം കാണാനുള്ള സ്വാതന്ത്ര്യം ഇല്ല. മറ്റെന്തും ചെയ്യാം, പക്ഷെ ലൈലന്റെ ആ ഒരു പരിസരത്ത് എത്താൻ പാടില്ല. അങ്ങനെയായിരുന്നു. അങ്ങനെ ഇവര് സമൂഹത്തിൽ നിന്നും കുടുംബത്തിലൊക്കെ ഒരു എതിർപ്പ്, ഭയങ്കരമായിട്ടുള്ള എതിർപ്പ് ഇവരെ പ്രണയത്തിന് ഉണ്ടാവാണ്. അങ്ങനെ ഈ കൈസ് എന്നാണ് മജ്നുവിന്റെ യഥാർത്ഥ പേര്. അങ്ങനെ ഈ ലൈലയോടുള്ള പ്രണയം കൊണ്ട് കൈസ് മജ്നുവായി മാറുകയാണ്. മജ്നു എന്നുള്ളത് അറബി വേർഡാണ്. അത് അതിന്റെ മലയാളമാണ് ഭ്രാന്തൻ എന്നുള്ളത്. അപ്പൊ ലൈലയെ പ്രണയിക്കുന്ന ഒരു ഭ്രാന്തനായിട്ട് കൈസ് മാറുകയാണ്. പിന്നീട് അങ്ങോട്ട് കൈസ് അറിയപ്പെടുന്നത് കൈസ് എന്ന പേരിലല്ല, മജ്നു എന്ന പേരിലാണ് അറിയപ്പെടുന്നത്. അങ്ങനെ ഒരുപാട് ആളുകള് ഈ ലൈലന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. കൈസിന് വേണ്ടിയിട്ട് സംസാരിക്കാൻ വേണ്ടിയിട്ട് വരുന്നുണ്ട്. എങ്ങനെങ്കിലും ഒരു വട്ടെങ്കിലും കാണാനായിട്ട് ഒരു അവസരം കൊടുക്കാനും അവരുടെ വിവാഹം നമുക്ക് ഉറപ്പിക്കാം എന്നുള്ള ആ ഒരു ആലോചന കൊണ്ടൊക്കെ വരുന്നുണ്ട്. പക്ഷെ കൈസ് ഒരു ഭ്രാന്തനായി മാറിയ ആ ഒരു സമയത്ത് ലൈലയുടെ പിതാവ് പറയുന്നുണ്ട്, ഒരു ഭ്രാന്തനായിട്ടുള്ള ഒരു ആൾക്ക് എന്റെ മകളെ കെട്ടിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറല്ല. പിതാവ് ചോദിക്കാണ്, ആ വരുന്നവരോടൊക്കെ ചോദിക്കാണ്, നിങ്ങളാണെങ്കിൽ ചെയ്യോ, നിങ്ങള് അങ്ങനെ ചെയ്തു കൊടുക്കോ, നിങ്ങള് ഒരു ഭ്രാന്തനായിട്ടുള്ള ആൾക്ക് നിങ്ങളെ മകളെ കൊടുക്കുവോ, ആ ഒരു ഇത് ഞാനും ചെയ്യണുള്ളൂ എന്ന് പറയാണ്. കൈസിന്റെ ഉപ്പക്കും ഉമ്മക്കും ആകെ ഒരു മകനാണ്. അത് കുറെ വർഷങ്ങൾ കഴിഞ്ഞ് കിട്ടണം. അപ്പൊ ഈ കൈസ് മജ്നുവായി മാറിയതിൽ ഏറ്റവും കൂടുതൽ സങ്കടം അവർക്കാണ്. അവർക്ക് വേറെ മക്കളൊന്നുമില്ല. അപ്പൊ അവര് ഭയങ്കര സങ്കടത്തിലാവാണ്. അവർക്ക് എന്താ ചെയ്യേണ്ടതെന്നൊരു ഐഡിയ ഇല്ല. അവര് ലൈലയുടെ പിതാവിനോട് സംസാരിച്ചിട്ട് അതിലെ ഒരു പ്രതീക്ഷയും കാണുന്നില്ല. അപ്പൊ അവരെന്ത് ചെയ്യാണ്, കൈസിനെ പലയിടങ്ങളിലേക്കും കൊണ്ടുപോകുന്നുണ്ട്. മക്കയിലേക്ക് കൊണ്ടുപോവാണ്. മക്കയിലേക്ക് കൊണ്ടുപോയിട്ട് അവിടെ എത്തിയാൽ ആ ഒരു മണ്ണിലെത്തി കഴിഞ്ഞാലുണ്ടെങ്കിൽ ഇവന്റെ ഈ ഒരു ഭ്രാന്ത് മാറും എന്നുള്ള ഒരു ചിന്ത വന്നിട്ട് അതുവരെ ചെയ്തു നോക്കുന്നുണ്ട്. പക്ഷെ അതിലൊന്നും ഒരു ഫലം കാണുന്നില്ല. അങ്ങനെ പല യുദ്ധങ്ങള് ലൈലയെ കിട്ടാൻ വേണ്ടിയിട്ട് യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ആ യുദ്ധത്തിലൊക്കെ ആ ഒരു അവസാനത്തിൽ കിട്ടും, ലൈലയെ കാണും, കൈസ് വിജയിക്കും, മജ്നുവിന്റെ ഒരു പ്രണയം വിജയിക്കും എന്ന രീതിയിൽ എത്തുന്നുണ്ട്. പക്ഷെ ആ ഒരു വിധി വരുമ്പോ നഷ്ടമാവുകയാണ്. കൈസിന് നഷ്ടമാവുകയാണ്. ഒരു വിവാഹം കഴിക്കാനുള്ള ആ ഒരു അവസരം നഷ്ടമാവുകയാണ്. പിന്നീട് ഇതിൽ പറഞ്ഞത് ലൈലയെ ധനികനായിട്ടുള്ള മറ്റൊരു ആള് വിവാഹം ചെയ്യുന്നുണ്ട്. ഒരു വിവാഹം ഈ കൈസ് അറിയുന്നില്ല. കൈസ് വീടും കുടുംബവും നാട്ടുകാരും വീട്ടുകാരും എല്ലാം വിട്ടിട്ട് കാട്ടിൽ താമസാക്കാണ്. കാട്ടിലേക്ക് പോവാണ്. എനിക്ക് ഇനി ഒന്നും വേണ്ട, എനിക്ക് ലൈല എന്നുള്ള ഒറ്റ കാര്യം, എന്ത് സംസാരിക്കുകയാണെങ്കിലും ഇപ്പൊ മജ്നുവിന്റെ വായിൽ നിന്ന് എന്താണ് വരുന്നത് എന്നുണ്ടെങ്കിൽ ലൈല എന്നുള്ള പേരാവും വരിക. മറ്റൊന്നിനെ കുറിച്ചും ഭക്ഷണങ്ങള് മറ്റുള്ള ആ ഒരു ഭൗതികമായിട്ടുള്ള ഒന്നിലും മജ്നു അകപ്പെടുന്നില്ല. ഒറ്റ ചിന്ത മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അങ്ങനെ ലൈല വിവാഹം കഴിച്ചു പോണതൊന്നും മജ്നു അറിയുന്നില്ല. ഒരുപാട് ദിവസങ്ങൾ കഴിഞ്ഞിട്ടാണ് മജ്നു അറിയുന്നത് ലൈല വിവാഹം കഴിച്ചിട്ട് മറ്റൊരു നാട്ടിലേക്ക് പോയിട്ടുണ്ടെന്ന്. ആ ഒരു സമയത്തൊക്കെ മജ്നു കാട്ടിലായിരിക്കും. കാട്ടില് മൃഗങ്ങളായിരിക്കും മജ്നുവിന് കൂട്ടായിട്ടുണ്ടാവുക. ആ മൃഗങ്ങൾക്ക് മജ്നു പറയുന്നത്, മൃഗങ്ങൾക്ക് മനുഷ്യരെക്കാളും നല്ല സ്വഭാവമാണ് എനിക്ക് കാണാൻ കഴിയുന്നത്. അവരോടൊപ്പമുള്ള ജീവിതമാണ് എനിക്ക് സന്തോഷകരമായിട്ട് തോന്നുന്നത്. മറ്റുള്ളവരൊക്കെ കുറ്റപ്പെടുത്തുക, കല്ലെറിയുക, അങ്ങനെയുള്ള ഒരുപാട് പ്രവണതകൾ ചെയ്യുന്നുണ്ട്. പക്ഷെ മൃഗങ്ങള് എടുത്തെത്തുമ്പോ മൃഗങ്ങള് പൊതുവെ എല്ലാവരെയും ആക്രമിക്കാനാ നോക്കുക. പക്ഷെ മജ്നു ചെല്ലുമ്പോ മജ്നുവിന്റെ ആ ഒരു അവസ്ഥ,
മജ്നുവിന്റെ മൊത്തത്തിലുള്ള ആ ഒരു കോലം എന്ന് പറഞ്ഞാൽ മാറിയിട്ടുണ്ടാവും. ഭ്രാന്തന്റെ കോലത്തിലേക്ക് മജ്നു ശരിക്കും എത്തിയിട്ടുണ്ടാവും. അപ്പോ മൃഗങ്ങൾക്ക് ഒരു സഹതാപം തോന്നുകയാണ്. മനുഷ്യർക്കില്ലാത്തൊരു സഹതാപം മൃഗങ്ങൾക്ക് തോന്നിയിട്ട് അവര് ആ ഒരു വാസസ്ഥലം ഒരുക്കി കൊടുക്കുന്ന ഒരു ഇതൊക്കെയാണ് ഈ ഒരു നോവലിൽ പറയുന്നത്. അപ്പൊ ആ ഒരു സമയത്തൊക്കെ മജ്നുവിന്റെ ലൈലയോടുള്ള പ്രണയം മാത്രമേ പറഞ്ഞുള്ളൂ. അപ്പൊ നമ്മൾ ചിന്തിക്കും സ്വാഭാവികമായിട്ടും ലൈലക്ക് മജ്നുവിനോട് പ്രണയമൊന്നും ഇല്ലേ, ലൈലന്റെ ഒരു പ്രണയത്തിനെ കുറിച്ചുള്ള വർണ്ണന ഒന്നും ഇതിൽ കാണുന്നില്ലല്ലോ, അങ്ങനെയുള്ള ഒരു ചിന്ത നമുക്ക് വരും. ആദ്യത്തെ ഭാഗം എന്ന് പറയുന്നത് മുഴുവൻ സാഹിത്യം കൊണ്ട് അലങ്കരിക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആവുമ്പോ നമുക്ക് മനസ്സിലാക്കാൻ തന്നെ ഒരു ബുദ്ധിമുട്ടുണ്ടാവും. ആദ്യത്തെ ആ ചെറുപ്പകാലം ഒക്കെ ഭയങ്കര സാഹിത്യം കൊണ്ട് സമ്പന്നമാക്കുക എന്ന് പറഞ്ഞ രീതിയിലാണ് നിസാമി ഗന്ധവി ചെയ്തിട്ടുള്ളത്. അപ്പൊ നമുക്ക് ആ ഒരു ഭാഗമൊക്കെ ഒന്ന് കണക്ട് ആയി കിട്ടാൻ കുറച്ച് ടൈം എടുക്കും. അങ്ങനെ കുറച്ച് എത്തുമ്പോഴാണ് ഈ ഒരു വിവാഹവും മറ്റുള്ള കാര്യങ്ങളും ഒക്കെ നടക്കുക. അപ്പോ നമുക്ക് ആ ഒരു ഭാഗം കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു ടച്ച് വരും. പിന്നെ എന്താ ഉണ്ടാവുക, എങ്ങനെയെങ്കിലും കാണുമോ ഇവര് ആ ഒരു പള്ളിക്കൂടത്തിൽ നിന്നുള്ള ആ ഒരു ഇത് കഴിഞ്ഞതിന് ശേഷം പിന്നെ കണ്ടിട്ടേ ഉണ്ടാവില്ല. ഒന്ന് കാണാൻ വേണ്ടിയിട്ടാണ് ഇവര് കാത്തിരിക്കുക. ഇവര് മറ്റൊരു ബന്ധത്തിൽ ഏർപ്പെടില്ല, മറ്റൊരു ബന്ധമില്ല, ശാരീരികമായിട്ട് ഒരു ബന്ധമില്ല. ഇവർക്ക് ആ ഒരു പ്രണയം മാത്രം, അങ്ങനെ പറയാം. ഒരു പ്രണയം എന്ന് പറഞ്ഞ ആ ഒരു ഫീലിങ്സ് മാത്രമാണ് ഇവർക്കുള്ളത്. പ്രണയത്തിന്റെ അങ്ങേയറ്റം നമുക്ക് ഇത് കാണാൻ കഴിയും. പരസ്പരം രണ്ടാൾക്ക് ഇത്രയധികം കാണാതെ മിണ്ടാതെ അങ്ങനെ പ്രണയിക്കാൻ കഴിയുമോ എന്ന് നമ്മൾ അന്താളിച്ചു പോകും. നമുക്ക് ആ ഒരു ഈ ഒരു നോവലിലൂടെ നമുക്ക് കടന്നു പോകുമ്പോ കരയാനല്ല തോന്നുന്നത്, നമ്മൾക്കൊരു മരവിപ്പ് പോലത്തെ അവസ്ഥയാണ് ഉണ്ടാവുക. എനിക്ക് അങ്ങനത്തെ ഒരു ഫീലിങ്സ് ആണ് ഉണ്ടായത്, ഒരു മരവിച്ച അവസ്ഥ. നമ്മൾ കരയില്ല. നമ്മള് എന്തിനാണ് ഈ ഒരു പ്രണയത്തിന് ഇത്രമാത്രം വരെ എതിർക്കുന്നത്? ആ ഒരു ലൈലയെ വിട്ടുകൊടുത്തിട്ടുണ്ടെങ്കിൽ മജ്നു ചിലപ്പോ മജ്നുവിന്റെ ആ ഭ്രാന്ത് ചിലപ്പോ ഭേദമാവും എന്നൊരുപാട് ആളുകൾ പറഞ്ഞു കേട്ടും ലൈലയുടെ പിതാവ് അതിന് കൂട്ടാക്കുന്നേ ഇല്ല. അങ്ങനെയാണ് ഇതിലേക്ക് എത്തുന്നത്. പിതാവാണ് ഏറ്റവും കൂടുതൽ, ലൈലന്റെ പിതാവാണ് ഇത് ഏറ്റവും കൂടുതൽ ഈ ഒരു അവസ്ഥ, മജ്നുവിന്റെ അവസ്ഥക്ക് കാരണം. നമ്മള് ലൈലക്ക് എന്താണ് മജ്നുവിനോട് പ്രണയം ഇല്ലേ, എന്താണ് ലൈലനെ കുറിച്ചിട്ടുള്ളത്, അങ്ങനെ കുറച്ച് എത്തുമ്പോഴാണ് നമുക്ക് ലൈലന്റെ അവസ്ഥ എങ്ങനെയുള്ളതാണ് എന്നുള്ളത്. അങ്ങനെ കുറച്ച് കഴിയുമ്പോ പിന്നെ ലൈലന്റെയാണ് പറയുന്നത്. ലൈലന്റെ പറയാണ് മജ്നുവിന് ആണുങ്ങൾക്ക് എന്ത് ചെയ്യാം, പുറത്ത് പാട്ട് പാടിയിട്ടും മജ്നു എന്താണ് പാട്ട് പാടുമായിരുന്നു ലൈലനെ കുറിച്ചിട്ട്. നല്ല രീതിയിൽ പാട്ട് പാടുന്ന ആളായിരുന്നു. അപ്പൊ പാട്ട് പാടിയിട്ട് ഇങ്ങനെ ഊടി തെണ്ടി നടക്കുന്ന ഒരവസ്ഥയാണ്, ഭ്രാന്തനായിട്ട് ഊടി തെണ്ടി നടക്കുന്ന ഒരവസ്ഥയെ കാണുന്നത്. അപ്പൊ മജ്നുവിന് ആണുങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു പണ്ടത്തെ കാലത്തൊക്കെ എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ, പെണ്ണുങ്ങൾ അധികം പുറത്തേക്ക് ഇറങ്ങാത്ത ആ ഒരു കാലഘട്ടമായിരുന്നല്ലോ. അപ്പൊ നമുക്ക് മനസ്സിലാക്കാം എന്താണ് മജ്നുവിന് എല്ലായിടത്തും പോവാ, ലൈലയെ തെരഞ്ഞെത്താം. പക്ഷെ ലൈലക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, മജ്നുവിനെ കാണാനോ മജ്നുവിനെ അന്വേഷിച്ചു പോവാനോ മജ്നുവിനോട് ഉള്ള ഇഷ്ടം മറ്റുള്ളവരോടൊന്ന് ഷെയർ ചെയ്യാനോ ഒന്നിനുള്ളൊരു അവകാശമില്ല. ലൈല ഒരു മുറിയില് ഒറ്റപ്പെട്ട അത്രയും ഏകാന്തതയിലുള്ള ആ ഒരു അവസ്ഥയാണ്. മജ്നുവിനേക്കാളും ഒന്നും കൂടി പറയുകയാണെങ്കിൽ ലൈലന്റെ അവസ്ഥയൊക്കെ ഇതിൽ ഒന്നുകൂടി ദുരന്തപൂർണമായിട്ടുള്ളത് എന്ന് എനിക്ക് തോന്നി. ലൈല പറയുന്നുണ്ട് എന്താണ് മജ്നുവിന് ഇങ്ങനെ പാട്ടുപാടി നടക്കാം, മജ്നുവിന്റെ ഇങ്ങനെയുള്ള ആ ഒരു സങ്കടമൊക്കെ ഈ പാട്ടിലൂടെയും മറ്റുള്ളവരോട് പറഞ്ഞിട്ടും കേൾക്കാൻ ഒരുപാട് ആളുണ്ടാവും. ചില ആളുകൾക്ക് ഈ ഭ്രാന്തൊക്കെ ഇഷ്ടമുള്ളവരുണ്ടാവും, പ്രണയത്തിന് ഭ്രാന്തൊക്കെ ഇഷ്ടമുള്ള ആളുകളുണ്ടാവും. അപ്പൊ അവരൊക്കെ മജ്നുവിനെ കേൾക്കുന്നുണ്ടായിരുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ആ ഒരു മനസ്സിലെ വേദനക്കൊരു റിലീഫ് കിട്ടുന്നുണ്ടായിരുന്നു. പക്ഷെ ലൈലക്ക് അങ്ങനെ, ലൈലക്ക് ആരോടും പറയാനും ഒന്നിനും പറ്റാത്തൊരവസ്ഥയാണ് ഉണ്ടായിരുന്നത്. അങ്ങനെ കുറെ കഴിയുന്ന സമയത്ത് ആ ലാസ്റ്റ് എത്തുമ്പോ ലൈലന്റെ ഉമ്മാക്ക് മനസ്സിലാവുന്നുണ്ട് എന്താണ് മജ്നുവിന് ഇഷ്ടായിരുന്നു ലൈലക്ക് എന്നുള്ള. പക്ഷെ ആ ഒരു സമയത്ത് എത്തുമ്പോഴേക്കും വിവാഹം കഴിഞ്ഞിട്ട് ലൈല എന്ത് ചെയ്തിട്ടില്ല, ഒരു നേരം പോലും ആ ഒരു ബന്ധത്തില് ഭർത്താവിന്റെ ഏർപ്പെട്ടില്ല. കാരണം അത്രക്കും അവള് മജ്നുവിന് വേണ്ടി തന്റെ ജീവിതവും ശരീരം എല്ലാം സമർപ്പിച്ച രീതിയിലായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. ഞാന് മനസ്സുകൊണ്ട് തയ്യാറല്ല എന്ന് അദ്ദേഹത്തിനോട്, ആ ഭർത്താവിനോട് പറയാനുള്ള ധൈര്യം കാണിച്ചിട്ടുണ്ടായിരുന്നു ലൈല. അപ്പൊ നമുക്ക് ആദ്യം തോന്നുക മജ്നുവിനാണ് ഏറ്റവും കൂടുതൽ ആ ഒരു ഇഷ്ടം, ഒരു പ്രണയം ഉള്ളത്, ലൈലക്ക് ഒന്നും ഇല്ലേ എന്ന് തോന്നിപ്പോകുന്ന ഒരവസ്ഥയാണ് ഫസ്റ്റിലുണ്ടാകുന്നത്. പിന്നെ കുറച്ച് കഴിയുമ്പോഴാണ് നമുക്ക് ലൈലന്റെ അവസ്ഥ എന്താണ്, മജ്നുവിനേക്കാളും പരിതാപകരമാണ്
ലൈലന്റെ അവസ്ഥ എന്ന് നമുക്ക് അറിയാൻ പറ്റുന്നത്. ആ ഒരു സമയം എത്തുമ്പോഴാണ് നമുക്ക് കൂടുതൽ ലൈലന്റെ അവസ്ഥയാണ് നമുക്ക് കൂടുതലും ഒന്നും കൂടി എന്താണ് ആ ഒരു സങ്കടം, ആ ഒരു വിരഹത്തിന്റെ വേദന നമുക്ക് ശരിക്കും അറിയാൻ പറ്റുന്നത്. ശരി തന്നെയാണ്, എപ്പോഴും പെണ്ണുങ്ങളെക്കാളും കൂടുതൽ ഷെയർ ചെയ്യാനും മറ്റൊരു പ്രശ്നമായി തോന്നുക. ആണുങ്ങൾ എന്ത് ചെയ്യാൻ ഒരു പ്രശ്നമില്ലാത്ത രീതിയിൽ അവൻ അങ്ങനെയാണ്, അവർക്ക് പ്രണയമാണ്, അവനിങ്ങനെ പാട്ടുപാടി നടക്കാൻ ഒരു ഭ്രാന്തനായി മാറി, ഇനിയിപ്പൊ നോക്കിയിട്ട് കാര്യമില്ല. പക്ഷെ പെണ്ണുങ്ങൾ എന്ത് ചെയ്താലും ഒരു പ്രശ്നമുള്ള രീതിയിൽ അവർക്ക് പ്രണയം ഉണ്ട് എന്ന് വീട്ടിൽ പറയുമ്പോ പോലും അത് വലിയൊരു സംഭവമായിട്ട് അവരെ അടിക്കുക, അവരെ ഉപദ്രവിക്കുക, അങ്ങനെ അടച്ചിടുക, അങ്ങനത്തെ രീതിയിലൊക്കെ പെണ്ണുങ്ങളെയാണ് അധികം കണ്ടിട്ട്. അപ്പൊ അവർക്കാണ് ഒന്നും കൂടി ഭയങ്കര ബുദ്ധിമുട്ട് ഇങ്ങനത്തെ ഒരു കാര്യത്തില്, പ്രണയത്തിന്റെ കാര്യത്തിലൊക്കെ ഉണ്ടായിട്ടുള്ളത്. അപ്പൊ അത് കുറച്ച് കഴിയുമ്പോഴാണ് അറിയാം നമുക്ക്. പിന്നെ ലൈലന്റെ ഭർത്താവ് ലാസ്റ്റ് എത്തുമ്പോ മരിക്കാണ്. ലൈലന്റെ ഭർത്താവ് മരിക്കുകയാണ്. അതുവരെ ലൈല ഒരു അടുപ്പം അയാളോട് കാണിച്ചിട്ടില്ല. ലൈലക്കെന്നും വലുതെന്ന് പറഞ്ഞത് ഭ്രാന്തനായിക്കോട്ടെ, ഏത് അവസ്ഥയിലായിക്കോട്ടെ, എങ്ങനെ രീതിയിൽ മാറിക്കോട്ടെ, മജ്നു തന്നെയായിരുന്നു വലിയ ആള് അവളുടെ മനസ്സിൽ. ഒരു ഭർത്താവ് ഉണ്ട് എന്നല്ലാതെ ഒരു ബന്ധത്തിലും അവള് ഏർപ്പെട്ടിട്ടുണ്ടായിരുന്നില്ല. പിന്നീട് ലൈലക്ക് അങ്ങനെ അസുഖം വരുന്നുണ്ട്. അസുഖം വരുന്നതിന് മുന്നേ ഒരു പ്രാവശ്യമാണ് ഇവര് കാണുന്നത്. ഒരൊറ്റ പ്രാവശ്യമാണ് ഇവര് ഒരു വൃദ്ധന് ആണ് ഇതിനെ സഹായിക്കുന്നത്. ഇവരെ ഒരു കത്ത് ലൈല ഈ വൃദ്ധന്റെ കയ്യില് കൊടുത്തയക്കാണ്. അതില് പറയുന്നുണ്ട്, ഞാൻ ബന്ധത്തിലൊന്നും ഏർപ്പെട്ടിട്ടില്ല, ഞാൻ എപ്പോഴും മജ്നുവിന്റേതും മാത്രമാകും എന്ന് പറഞ്ഞുകൊണ്ട് എല്ലാം എഴുതിക്കൊണ്ട് ഒരു കത്തയക്കുന്നുണ്ട് മജ്നുവിന്. അങ്ങനെ ഒരു വൃദ്ധന് കാട്ടിലാണല്ലോ, അപ്പൊ കാട്ടിലാവുമ്പോ കണ്ടുപിടിക്കാൻ കുറച്ച് പ്രയാസം ഉണ്ടാവും. എവിടെയാണ്, ഏത് അവസ്ഥയിലാണ്, ജീവനുണ്ടോ എന്ന് പോലും പറയാൻ പറ്റാത്ത അത്രയും അവസ്ഥയ്ക്ക് എത്തിയിട്ടുണ്ടായിരുന്നു ഈ മജ്നു. ഭ്രാന്തനായിട്ട്, ഭ്രാന്തിന്റെ അത്രയും ടോപ്പ് ലെവലിൽ എത്തിയിട്ടുണ്ടായിരുന്നു. അങ്ങനെ വസ്ത്രങ്ങളോടോ വേറെ ഒന്നിനോടോ ഒരു ആഗ്രഹമില്ലാതെ എല്ലാതും ഒഴിവാക്കി, ഈ ലോകത്തുള്ള എല്ലാ സുഖ സൗഭാഗ്യങ്ങളും ഒഴിവാക്കിയിട്ട് ലൈലക്ക് വേണ്ടി മാത്രം. നമ്മൾ വിചാരിക്കും എന്ത് പ്രണയാണ്, എങ്ങനെയാണ് ഈ മജ്നുവിന് ഇത്രമാത്രം. ഇപ്പൊ നമുക്കൊക്കെ എന്തൊക്കെ ഉണ്ട്, ഒരാളില്ലെങ്കിൽ മറ്റൊരാള് എന്നുള്ള രീതിയിലൊക്കെ ഇന്നത്തെ കാലത്ത് നടക്കുന്നുണ്ട് കേട്ടാ. ആദ്യം അങ്ങനെ അല്ലായിരിക്കും. കാരണം ഇത്രയും പ്രണയിക്കണമെങ്കിൽ ആദ്യത്തെ ആളുകളുടെ മനസ്സ് എന്ന് പറഞ്ഞത് വ്യത്യസ്തമായിരിക്കും. കാരണം ഇന്ന് ഒന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മറ്റൊരാളുണ്ട്, മറ്റൊരാളെ തെരഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ്. പക്ഷെ മജ്നു ആയിക്കോട്ടെ, ലൈല ആയിക്കോട്ടെ, അവര് രണ്ടുപേരും മാത്രം. വേറെയുള്ള എത്ര ഭംഗിയുള്ള ആൾക്കാർ കാണുന്നുണ്ട്, എന്തൊക്കെ സുഖങ്ങളുണ്ട്, അതൊക്കെ ഒഴിവാക്കിയിട്ടാണ് ഇവര് പ്രണയത്തിന് വേണ്ടിയിട്ട് ജീവിക്കുന്നത്. ഇവരുടെ പ്രണയം ഇതില് പറയുന്നത് ഒരു ശാരീരികമായിട്ടുള്ള ഒന്നല്ല. അങ്ങനെ ഒടുവിൽ ലൈല ഒരു പനി വന്നിട്ട് മരണപ്പെടേ. നമ്മൾ വിചാരിക്കും ഫസ്റ്റ് മജ്നു ആണ് മരിക്കുക, അത്രയും വലിയ അവസ്ഥയിലാണ് മജ്നു എത്തുന്നത്. പക്ഷെ ലൈലക്ക് ഒന്നും തുറന്നു പറയാൻ കഴിയാതെ എല്ലാം മനസ്സിലൊതുക്കിയിട്ടുള്ള ആ ഒരു അവസ്ഥ, അത് വല്ലാത്തൊരവസ്ഥയാണ്. ആരും പറയാനില്ല, ആരും കേൾക്കാനില്ല. അപ്പൊ കേട്ട് കഴിഞ്ഞാൽ കുറച്ചൊരു ആശ്വാസം ഉണ്ടാവില്ല, അതൊന്നും നടക്കുന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മൾ വിചാരിക്കണല്ല ലൈലയായിരിക്കും ആദ്യം മരിക്കുക, ഒരു പനി വന്നിട്ട് അങ്ങനെ മരിക്കുക. പക്ഷെ ആ ഒരു മരിക്കുന്നതിന് മുമ്പ് ഉമ്മ അറിയുന്നുണ്ട്, ലൈലന്റെ ഉമ്മ അറിയുന്നുണ്ട് ലൈലക്ക് ഭയങ്കര ഇഷ്ടായിരുന്നു മജ്നുവിനെ. അത് ഇതുവരെ അവള് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം പേടിച്ചിട്ട് നമ്മൾ വീട്ടിന്റെ ഒരു തടങ്കലിലും മജ്നുവിനെ കാണാൻ പറ്റാത്ത രീതിയിൽ വെച്ച് നമുക്ക് പറയാൻ പറ്റില്ലല്ലോ. പെൺകുട്ടികളാണെങ്കിൽ പൊതുവെ ആദ്യമുള്ളവരിട്ടാ, ഇപ്പോഴുള്ളവർക്ക് എല്ലാതും പറയാനും എല്ലാത്തിനുള്ള ഒരു കോൺഫിഡൻസ് ഉണ്ടല്ലോ. അപ്പൊ ആദ്യത്തെ അവസ്ഥയില് ആ ഒരു പ്രണയം എന്ന് പറഞ്ഞാൽ അന്നത്തെ സമയത്തൊക്കെ വലിയൊരു പ്രശ്നമായിരുന്നല്ലോ. ഇപ്പോഴല്ലേ ഇപ്പൊ പ്രണയിക്കുക, ഒളിച്ചോടി വിവാഹം കഴിക്കുക എന്നൊക്കെ ഉള്ളത് വലിയ സംഭവം അല്ലാതെ നമ്മളിങ്ങനെ സാധാരണയായി കേൾക്കുന്ന ഒന്നായിട്ട് മാറിയത്. ആദ്യം അങ്ങനെയല്ലല്ലോ. ആദ്യമൊക്കെ ഒരു അവള് മറ്റൊരാളെ പ്രണയിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ വലിയ സംഭവമാണത്, വീട്ടിലൊക്കെ അറിഞ്ഞ് വലിയ പ്രശ്നം. അപ്പൊ ആ ഒരു ഇത് നമുക്ക് കാണാൻ പറ്റും. ആ ഒരു പണ്ടത്തെ ആ ഒരു കാലഘട്ടം നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. പിന്നെ ഈ പുസ്തകത്തിന്റെ സവിശേഷതകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ആഴത്തിലുള്ള ഒരു പ്രണയമാണ് ഇതില് നമുക്ക് അധികമായിട്ടും കാണാൻ കഴിയാണ്. ഇത്രമാത്രം പ്രണയിക്കുന്ന ആളുകളെ നമുക്കൊരു ബുക്കില് ഇങ്ങനെ വായിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താവും, ഇവരൊന്നിക്കോ ലാസ്റ്റ്? അത് നടക്കുന്നില്ല എന്തായാലും. അത് നമുക്ക് അറിയാം, നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ. ലൈല മരിച്ചിട്ട് ലൈലന്റെ ഖബറിന്റെ ആ ഒരു സ്ഥലത്ത് എവിടെയാണ് ഖബറടക്കിയെന്ന് പോലും മജ്നുവിന് ശരിക്കും അറിയാം. മജ്നു ആ സമയത്തൊക്കെ കാട്ടിലാണ്. പക്ഷെ ഒരു ദൂത് വഴി, വൃദ്ധന്റെ ആ ഒരു ഇത് വഴി, മെസ്സേജ് വഴി അങ്ങനെ
അറിയുന്നുണ്ട്. അപ്പൊ അറിഞ്ഞിട്ട് മജ്നു തെരഞ്ഞ് എത്താണ് ആ സ്ഥലത്ത്, അതേ മരിച്ച അതേ ഖബറിന്റെ അടുത്തേക്ക് എത്തിയിട്ട് മജ്നു അതേ സ്ഥലത്ത് മരിച്ചത് ആളുകൾ കാണുകയാണ്. അപ്പോഴാണ് പലർക്കും ഇത്രമാത്രം തീവ്രമായിരുന്നു ഇവരുടെ പ്രണയം എന്ന് മനസ്സിലാവുന്നത്. പ്രണയത്തിന്റെ അങ്ങേയറ്റം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് ഇതിലൂടെ കാണാൻ പറ്റും. ഇപ്പോഴുള്ള ഒരു പ്രണയം ഒക്കെ വെറുതെ ടൈം പാസിനും ഇതിനുള്ളൊക്കെ ആയിരിക്കും. പക്ഷെ നമുക്ക് ഇത് വായിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ആരോടും ഒരു ചതിക്കാനോ പറ്റിക്കാനോ ഒന്നും ഒരു തോന്നല് വരില്ല. നമുക്ക് ഇങ്ങനെയൊക്കെ പ്രണയിച്ചിരുന്നു, ഒന്നും മിണ്ടാതെ കാണാൻ വേണ്ടി കാത്തിരുന്നത്, ഒരു ജീവിതം മൊത്തം പ്രണയത്തിന് അല്ലെ ലൈലയ്ക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ച ഒരു മജ്നുവിനെ നമുക്ക് കാണുമ്പോ പിന്നെ നമുക്ക് അങ്ങനെയൊന്നും തോന്നൂല. മാറ്റങ്ങൾ വരും നമ്മളില്. പിന്നെ സൂഫി ചിന്തകള്, ഈ മജ്നുവിന്റെ ഈ ഭ്രാന്ത് ദൈവത്തിനോട് അടുക്കാനുള്ളൊരു ഇതായിട്ട് ഈ നിസാമിഗഞ്ചവി ഇതില് വിശേഷിപ്പിക്കുന്നുണ്ട്. ഒരു എന്താണ്, എല്ലാ സുഖങ്ങളും ഒഴിവാക്കിയിട്ടില്ല. അപ്പൊ മരണാണ് ഇനിയിപ്പോ ഉള്ള ആകെ ഉള്ള ഒരു ഓപ്ഷൻ എന്ന് പറയുന്നത്. കാരണം എല്ലാ സുഖവും ഒഴിവാക്കിയിട്ട് ആ ഒരു കോലത്തിലാണ് മജ്നു നടന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ കാണുന്നവർക്ക് തന്നെ തോന്നുമായിരുന്നു ഇവൻക്കൊരു ഈ മജ്നുവിനൊരു കുറ്റങ്ങളും ഉണ്ടാവില്ല. കാരണം ഒന്നും തെറ്റ് ചെയ്യണില്ലല്ലോ, മൃഗങ്ങളെ കൂടെയാണ് സാഹസിച്ചിരുന്നത്. അപ്പൊ ഒരു തെറ്റുമില്ല, ആരെ കുറ്റം പറയാനില്ല, ആരെ ഗുണം പറയാനില്ല, ഒന്നിലുമില്ല. ആകെ ഒരു ലൈല മാത്രം എന്നുള്ള മൈൻഡ് ആയിട്ടായിരുന്നു. അപ്പൊ ഒരു ഇതൊന്നുമില്ല. അപ്പൊ നേരിട്ടിട്ട് മരണത്തിലേക്കാണ് ഇനി അങ്ങനെയുള്ള ഒരു രൂപത്തിലായിരുന്നു മജ്നു നടന്നിട്ടുണ്ടായിരുന്നത്. പിന്നെ ഇതില് കാവ്യാത്മകമായിട്ടുള്ള ഒരു ഭാഷ, അങ്ങനെയുള്ള ഒരു ഭാഷയാണ് ഇതിൽ കാണാൻ. പറഞ്ഞാല് ഫസ്റ്റിലൊക്കെ നമുക്ക് കണക്ട് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവും, നമുക്ക് മനസ്സിലാവില്ല. ആ ഒരു ചെറുപ്പത്തിലുള്ള ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞാൽ കുറച്ച് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമുണ്ടാവും. പിന്നെ കുറച്ച് കഴിയുമ്പോ സെറ്റ് ആവും. പിന്നെ മരുഭൂമിയിലെ ആ ഒരു ഒറ്റപ്പെട്ട അവസ്ഥ, പിന്നെ വിരഹത്തിന്റെ വേദന, തീവ്രമായിട്ടുള്ള ഒരു പ്രണയത്തിന്റെ ഒരു സൗന്ദര്യം ഒക്കെ വരച്ചു കാട്ടുന്ന ഒരു നോവലാണ് ഈ ഒരു ലൈല മജ്നു എന്ന് പറഞ്ഞത്. പിന്നെ പ്രണയം ഒരു മനുഷ്യന്റെ മനസ്സിനെ എത്രമാത്രം മാറ്റിയെടുക്കുന്നു അല്ലെങ്കിൽ രൂപപ്പെടുത്തുന്നു എന്നൊക്കെ നമുക്ക് ഇതിൽ നിന്ന് കാണാൻ പറ്റും. നിരാശ, വിരഹം, അങ്ങനെയുള്ള ഒരു ഭ്രാന്തി, ഇതൊക്കെയാണ് ഇതിലെ കഥാപാത്രങ്ങളെ മെയിൻ സ്വഭാവം, ക്യാരക്ടർ പറയുമ്പോൾ അതൊക്കെയാണ് പ്രധാനമായിട്ടും വരുന്നത്. പിന്നെ ഈ ഒരു ബുക്ക്, ഈ ഒരു ലോക സാഹിത്യത്തിലെ ഈ ഒരു അമൂല്യ രത്നം, സാഹിത്യത്തിന് അങ്ങേയറ്റം പറഞ്ഞില്ല, അപ്പൊ ലോക സാഹിത്യത്തിലെ ഈ ഒരു അമൂല്യ രത്നം ഈ മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് മലയാളികൾക്ക് ഇത് വായിക്കാനുള്ള ഒരു വലിയ അവസരമായിട്ട് ഞാൻ കണക്കാക്കുന്നത്. ഒരു ലൈല മജ്നു ഒരു ദുരന്ത പ്രണയ കഥ മാത്രമല്ല, അതെന്താണ്, ഒരു ആത്മീയമായിട്ടുള്ള ഒരു യാത്ര, ദൈവത്തിലേക്ക് അടുക്കാനുള്ള ഒരു യാത്ര ആയിട്ട് മനുഷ്യന്റെ വികാരങ്ങളും ഒക്കെ ആഴത്തില് നമുക്ക് ആഴത്തിലൂടെ സഞ്ചരിക്കാൻ ഉള്ളൊരു യാത്രയായിട്ട് ഇതില് നിസാമിഗഞ്ചവി പറഞ്ഞിട്ടുണ്ട്. പിന്നെ വേദനകൾ, പ്രണയത്തിന്റെ വിരഹത്തിന്റെ ഒക്കെ വേദന ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റും. ഓക്കെ, അപ്പൊ ഇത്രേ ഉള്ളൂ. ഓക്കെ, താങ്ക് യു. താങ്ക് യു സുമൈലത്ത്. വളരെ നല്ലൊരു പ്രസന്റേഷൻ ആയിരുന്നു. ആദ്യം തന്നെ ഒരു പാട്ടൊക്കെ പാടി കേട്ടിരിക്കുന്നവരുടെ ശ്രദ്ധ പിടിച്ചു പറ്റിക്കൊണ്ടുള്ളൊരു തുടക്കമായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും ഇത് വളരെയധികം ശ്രദ്ധയോടെ തന്നെ കേട്ടിട്ടുണ്ടായിരിക്കും എന്ന് ഞാൻ വിചാരിക്കുന്നു. നല്ല രീതിയിൽ തന്നെ ഈ ഒരു സ്റ്റോറി സുമൈലത്ത് നമ്മളിലേക്ക് എത്തിച്ചിട്ടുണ്ട്. ഈ പറഞ്ഞ പോലെ ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷെ പല പല ഭാഗങ്ങളായിട്ട് നമ്മൾ അവിടെയും ഇവിടെ ഒക്കെ വായിച്ചിട്ടുണ്ട്. അങ്ങനെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ള, എല്ലാവർക്കും വളരെയധികം അറിയുന്ന രണ്ട് കഥാപാത്രങ്ങളാണ് ലൈലയും മജ്നുവും. പിന്നെ കൂടുതലായിട്ട് പറയാനുള്ളത്, ഈ ഒരു ബുക്ക് സുമൈലത്ത് സെലക്ട് ചെയ്തപ്പോ പ്രണയത്തിനെ കുറിച്ച് പറയാൻ പറ്റിയ ഒരാളല്ല ഞാൻ എന്ന് പറഞ്ഞിട്ടാണ് സുമൈലത്ത് ഇതിന്റെ അടുത്ത് പറഞ്ഞത്. പക്ഷെ പ്രണയത്തെ കുറിച്ച് ഇത്രയും വാതോരാതെ സംസാരിച്ച സുമൈലത്തിന് വളരെയധികം നന്ദി അറിയിക്കുകയാണ്. ഒപ്പം തന്നെ പ്രസന്റേഷൻ വളരെയധികം നന്നായിരുന്നു. ഇനി ഫീഡ്ബാക്ക് പറയുന്നതിന് വേണ്ടി ഞാൻ ക്ഷണിക്കാണ്. ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടെങ്കിൽ പറയാം. ഹലോ, കേൾക്കുന്നുണ്ടോ? കേൾക്കുന്നുണ്ട്. ഹലോ, ഓക്കെ. സുമൈലത്ത് വളരെ നന്നായിട്ട് പ്രസന്റ് ചെയ്തു. ഈ പറഞ്ഞ പോലെ ആദ്യം തന്നെ ആ ഒരു പാട്ട്, അത് ശരിക്കും എല്ലാവരും ഒന്ന് അട്രാക്ട് ചെയ്യാൻ വളരെ നന്നായിരുന്നു. എനിക്ക് ഒരുപാട് ഇഷ്ടമായി.
ആൻഡ് ഈ ഒരു അരമണിക്കൂർ മൊത്തം പ്രണയം, ഫുള്ള് പ്രണയം, വളരെ നല്ലതായിട്ട് എനിക്ക് തോന്നി. പിന്നെ ഒരു കാര്യം പറയാനുള്ളത്, ഈ ലൈല മജ്നു എന്നുള്ള ഒരു 2 ക്ലാസിക്കൽ ക്യാരക്ടേഴ്സ് ആണ്. സത്യം പറഞ്ഞാൽ ഇവരുടെ ലവ് സ്റ്റോറി ഇങ്ങനൊരു ബാഡ് എൻഡിങ് ആണെന്ന് എനിക്ക് അറിയണ്ടായിരുന്നില്ല. ഞാൻ ഇത് കേട്ട് കഴിഞ്ഞപ്പോഴാണ് ഇതൊരു ദുരന്ത കഥയിലേക്കാണ് പോകുന്നതെന്ന് മനസ്സിലായത്. ഞാനും ഇങ്ങനെ എക്സ്പെക്ട് ചെയ്യായിരുന്നു കഥ ആ ഒരു ഫ്ലോയിൽ ഇങ്ങനെ പോകുമ്പോ, ഈശ്വര ഇതിപ്പോ നെഗറ്റിവിക്കാണല്ലോ പോണത് എന്നുള്ളത്. അപ്പൊ അത് ഇതിലൂടെയാണ് സത്യം പറയാൻ മനസ്സിലാക്കിയത്. എന്തായാലും ആ ഒരു കഥയുടെ ഒരു പ്രസന്റേഷൻ, അതുപോലെ ആ ഒരു ഫ്ലോ എല്ലാം വളരെ നന്നായിരുന്നു. ശരിക്കും പ്രണയം ഭ്രാന്താണെന്നൊക്കെ പറയുന്നതിന് ഏറ്റവും കൂടുതൽ അന്വർത്ഥമാക്കുന്ന ഒരു കഥയായിട്ട് എനിക്കിതിനെ ഫീൽ ചെയ്തു. ഈ ഒരു ക്യാരക്ടേഴ്സിനും ഇത്രയും ഒരു എന്താ പറയാ ഒരു ഹൈപ്പ്, അല്ലെങ്കിൽ നമ്മൾ ഇന്നത്തെ കാലത്തും ആ ഒരു 12ാം നൂറ്റാണ്ടത്തെ ആ ഒരു കഥ നമ്മൾ ഓർക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ക്യാരക്ടേഴ്സ് ഓരോ വായനക്കാരന്റെയും മനസ്സിൽ അത്രയും കേറിയിട്ടുണ്ടായിരിക്കും. അപ്പൊ ആ ഒരു കഥ തന്നെ താൻ സെലക്ട് ചെയ്തത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ആൻഡ് ഈ ഒരു കഥ പറയുന്ന സമയത്ത് പല കാര്യങ്ങളും നമ്മുടെ മൈൻഡിലേക്ക് വന്നു. ഇന്ന് കാലത്ത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത കാലത്ത് നടന്ന ദുരഭിമാന കൊലകള്, പ്രണയത്തിന്റെ പേരിൽ നടക്കുന്ന പലതരം കൊലകള്, അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പോ ഈ ഒരു പ്രണയം എത്രമാത്രം എന്താ പറയാ എത്രയോ ഒരു ക്ലാസിക് ആയിട്ട് നമ്മുടെ മുന്നിൽ നിൽക്കുന്നുണ്ട് എന്നുള്ളത് ഒന്നും കൂടി ഓർമ്മപ്പെടുത്തിക്കൊണ്ടായിരുന്നു ഈ ഒരു പ്രസന്റേഷൻ. ആൻഡ് വളരെ നന്നായിരുന്നു. കൺഗ്രാറ്റ്സ്. താങ്ക് യു. ഹലോ സുമില. യെസ്, ഞാൻ ഈ ബുക്ക് വായിച്ചിട്ടില്ല, പക്ഷെ ഈ ബുക്ക് വായിച്ച ഒരു പ്രതീതിയാണ് എനിക്ക് കിട്ടിയത്. നല്ല പ്രസന്റേഷൻ ആയിരുന്നു. സാധാരണ നമ്മളിങ്ങനെ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ പ്രസന്റ് ചെയ്യാനുണ്ടാവുള്ളൂ പലർക്കും, എല്ലാവർക്കും അല്ല. സുമിലത്ത് ആ ഒരു അരമണിക്കൂർ നല്ല രീതിയിൽ തന്നെ യൂട്ടിലൈസ് ചെയ്തു. അപ്പൊ നമ്മൾക്ക് ആ ഒരു കഥ ഇങ്ങനെ ഇമാജിൻ ചെയ്ത് പോവാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രസന്റേഷൻ ആയിരുന്നു. പിന്നെ ഈ ലൈല മജ്നു എന്നുള്ള ഒരു ക്യാരക്ടേഴ്സ് നമുക്കറിയാം, നമ്മൾ പല രീതിയിലും പല പാട്ടുകളിലായാലും നമ്മൾ കേട്ടിട്ടുണ്ട്. അതിന്റെ ഒരു ട്രാജഡി ആണെന്നുള്ളത് വായിച്ചിട്ടില്ലെങ്കിലും അറിയായിരുന്നു. പക്ഷെ സ്റ്റാർട്ടിങ്ങിൽ ഒരു പാട്ടൊക്കെ പാടിയിട്ട് തുടങ്ങിയത് നന്നായിരുന്നു. നല്ല പ്രസന്റേഷൻ ആയിരുന്നു, എനിക്കിഷ്ടായി. അപ്പൊ ഈ ബുക്ക് വായിക്കണം എന്നുണ്ട്. അപ്പൊ എല്ലാരും വായിക്കാം. താങ്ക് യു. താങ്ക് യു അംജിത. ഓക്കെ, ഇനി ആർക്കെങ്കിലും ഫീഡ്ബാക്ക് പറയാനുണ്ടോ? ഓക്കെ, അപ്പൊ ആരും ഇല്ലാന്ന് വിചാരിക്കുന്നു. അപ്പോ ഇന്നത്തെ എപ്പിസോഡിൽ നമ്മളോട് സഹകരിച്ച എല്ലാവർക്കും നന്ദി. താങ്ക് യു.